Cash flow problems? Listen to this. വന്ന് പറയുന്ന പ്രശ്നമാണ് ക്യാഷ് ഫ്ലോന്റെ പ്രശ്നം. പക്ഷേ ഈ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എല്ലാ ക്യാഷ് ഫ്ലോ പ്രശ്നങ്ങളും ക്യാഷ് ഫ്ലോ അല്ല. ദർ ഇസ് സംതിങ് കോൾഡ് ആസ് ക്യാഷ് വെലോസിറ്റി. അതായത് നമ്മുടെ ബിസിനസ്സിലേക്ക് പണം വരുന്നതിൻ്റെ സ്പീഡ് ഇത് സ്റ്റക്കായി പോകുന്നതുകൊണ്ടാണ് ഈ ക്യാഷ് ഫ്ലോ പ്രോബ്ലംസ്. അപ്പോൾ അതായത് ക്യാഷ് വെലോസിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്, ക്യാഷ് ഫ്ലോ മാത്രമല്ല. അതെ. ഓക്കെ, അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണഗതിയിൽ പറഞ്ഞു കൊടുക്കുന്ന സൊല്യൂഷൻസ് ഉണ്ടല്ലോ അല്ലേ? നമ്മുടെ ഒരു 3 സ്റ്റെപ്പ് പ്രോസസ്സിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആ ഒരു 3 സ്റ്റെപ്പ് പ്രോസസ്സ് പെട്ടെന്ന് തന്നെ ബിസിനസ് ഓണേഴ്സിന് ചെയ്യാനും പറ്റുന്ന ഒരു പ്രോസസ്സാണ്. അതൊന്ന് നമുക്ക് നോക്കിയാലോ. എന്താണ് 3 സ്റ്റെപ്പ് പ്രോസസ്സ്? നമ്മുടെ 3 സ്റ്റെപ്പ് പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു സെപ്പറേറ്റ് ദി അക്കൗണ്ട്സ്. അതായത് പലപ്പോഴും ഏറ്റവും വലിയൊരു തെറ്റാണ് നമ്മുടെ ബിസിനസ് ഓണേഴ്സ് പണം റോൾ ചെയ്യും അല്ലെങ്കിൽ മിക്സ് ചെയ്യും. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ അക്കൗണ്ട്സിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഓപ്പറേഷണൽ ഫണ്ട്സും പിന്നെ ഒന്ന് ഗ്രോത്ത് ഫണ്ട്സ്. അതായത് നമ്മൾ ഗ്രോത്തിലേക്ക് മാറ്റി വയ്ക്കുന്നത്. ഓപ്പറേഷണൽ ഫണ്ട്സിൽ എല്ലാവരും പറയുന്ന പോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ മാറ്റി വെക്കണം എന്നാണ് പറയുക. ഈ വർക്കിംഗ് ക്യാപിറ്റൽ മിനിമം ഒരു 30 ഡേയ്സ് എക്സ്പെൻസസിനുള്ള ഒരു വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ റേസ് ചെയ്യുകയും ആ ഫണ്ട് അവിടെ നിർത്തി വെക്കുകയും കൂടി ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറയുക. സോ സെപ്പറേറ്റ് യുവർ അക്കൗണ്ട്സ് ഫസ്റ്റ്.